Okay, in the last class we discussed about various profitability ratios based on sales. Profitability ratios are the classification coming under the classification of functions of nature. And the profitability ratio, profitability means it is the ability of a firm to earn income, and profitability of a firm can be easily measured by its profitability ratios. ഒരു ഫേമിൻ്റെ ഇൻകം ഏൺ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോസാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ദേ ആർ profitability ratio based on sales and profitability ratio based on investments. അപ്പോൾ അതിൽ നമ്മൾ profitability ratios based on sales already complete ചെയ്തു. That include gross profit ratio, operating ratio, operating profit ratio, then expenses ratio, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇത്രയും റേഷ്യോസാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേജർ ഒരു കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സെയിൽസ് ആയിരുന്നു. സെയിൽസുമായി കമ്പയർ ചെയ്ത് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഗ്രോസ് പ്രോഫിറ്റ്, എത്ര പെർസെൻറ്റേജാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നത്, എത്ര പെർസെൻറ്റേജാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, എത്ര പെർസെൻറ്റേജാണ് നെറ്റ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജാണ് നമുക്ക് നമ്മളുടെ എക്സ്പെൻസസ് ഇൻകർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ another important classification of profitability ratio is profitability ratio based on investment. These are overall profitability ratios. ഈ profitability ratio based on investment ratio ആണ് നമ്മൾ overall profitability ratios എന്ന് പറയുന്നത്. ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് ദിസ് റേഷ്യോസ് ആർ കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബിസിനസ്. ഒരു ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ് എക്സെട്ര. ആൻഡ് ദീസ് റേഷ്യോസ് ആർ ഓൾസോ കോൾഡ് വാട്ട്? റിട്ടേൺ റേഷ്യോസ്. ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് വിളിക്കുന്ന വേറൊരു പേരാണ് ഒന്ന് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ദെൻ അനദർ വൺ ഈസ് റിട്ടേൺ റേഷ്യോസ് എന്ന് പറഞ്ഞാലും ഏത് തന്നെയാണ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, അവിടെ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ല, ആ ഇൻവെസ്റ്റ്മെൻറ്റിന് എത്രത്തോളം റിട്ടേൺ ഉണ്ട് എന്നാണ്, എത്രത്തോളം നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI. ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് അറിയണം എത്രയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പ്രോഫിറ്റ് എന്ന്, അതിൽ നിന്ന് എത്രത്തോളം നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ROI എന്ന് പറയുന്നത്. It measures the overall profitability. Return on investment measures the overall profitability of a business, and it establishes the relationship between profit or return and investment. പ്രോഫിറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ടു 100. ദിസ് റേഷ്യോ ഇസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. നമ്മൾ പെർസെൻറ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ PBIT ആണ് കൺസിഡർ ചെയ്യുന്നത്. PBIT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ടു 100 ആണ്. PBIT മീൻസ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. അതിലെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ നമ്മളുടെ ഡിബഞ്ചറിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുൻപേ ഉള്ള പ്രോഫിറ്റാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിലെ പ്രോഫിറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ടു 100. ഓക്കെ, ഇവിടെ നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദിസ് റേഷ്യോ ഇസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ്. നമ്മൾ പെർസെൻറ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റു 100 നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റേറ്റ് ഓഫ് റിട്ടേൺ അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും എന്ത് തന്നെയാണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുക, ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെർജ് ഫ്രം 2 അതർ റേഷ്യോസ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇക്വേഷൻ മേക്ക് ചെയ്ത് തന്നെ നോക്കാം. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ഇവിടെ 2 റേഷ്യോയുടെ മെർജാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയുടെയും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിൻ്റെയും എന്താണ് ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ പറയുന്നത് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആയിരുന്നു. ഓക്കെ, അതായത് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെയാണ്, ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോൻ്റെയും അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോൻ്റെയും കൂടെ ഒരു പ്രൊഡക്റ്റാണ് എന്തെന്ന് പറയുന്നത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു 2 ഇക്വേഷനെയും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നെറ്റ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻറ്റു ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് സെയിൽസിനെ 2 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എന്താവും പിന്നെ ഇക്വേഷൻ, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. So it is called, it's the emerge of 2 ratios. They are എന്താണ്, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, they have 2 major components of return on investment. They are profit before interest and tax and capital employed. Capital employed എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്, ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് താഴെ നോക്കുക, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, അതാണ് എൻ്റെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്താണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റാണ് PBIT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡും ഉണ്ട്, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡും ഉണ്ട്. എന്നുവെച്ചാൽ ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മളുടെ ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിൽ എവിടെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഫിക്സഡ് അസറ്റ്സിലും കറണ്ട് അസറ്റ്സിലും അല്ലേ. നമുക്കിപ്പം ഒരു 50,000 രൂപ നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, നമ്മളതെന്ത് ചെയ്യാണ്, നമ്മുടെ ബിസിനസ്സിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക. മീൻസ് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് മെഷീനറി വാങ്ങിക്കണം നമ്മൾക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, പിന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടും വേണം. അതിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെഷീനറി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്. അപ്പോൾ നമ്മളൊരു 25,000 മെഷീനറി വാങ്ങി വിചാരിക്കും, അത് നമ്മുടെ ഫിക്സഡ് അസറ്റാണ് അല്ലേ. പിന്നെ 25,000 നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാഷായിട്ട് കയ്യിൽ വയ്ക്കുക, ബാക്കിയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അസറ്റാണ്. അപ്പോൾ നമ്മളുടെ ഈ ഫണ്ടിനെ നമ്മൾ ക്യാപിറ്റലിനെ ഇൻവെസ്റ്റ് ചെയ്തത് എങ്ങനെയാണ്, ഫിക്സഡ് അസറ്റിലും കറണ്ട് അസറ്റിലും. സോ നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റൽ എംപ്ലോയിഡ്, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ് ഈസ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്. നമ്മുടെ ടോട്ടൽ അസറ്റിന് തുല്യമാണ് എന്ത്, ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് ആണെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്തായിരിക്കും, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എത്രയാണോ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉള്ളത് അതിൽ നിന്ന് കറൻറ്റ് ലാബിലിറ്റി അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടി, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി
കാരണം കറണ്ട് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് നമ്മളുടെ കറണ്ട് അസറ്റിൽ നിന്ന് മീറ്റ് ചെയ്യാനുള്ളതായിരിക്കുമല്ലോ കറണ്ട് ലാബിലിറ്റി. സോ ആ കറണ്ട് ലാബിലിറ്റി അങ്ങ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടി? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി. ദാറ്റ് മീൻസ് ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു വാട്ട്? ക്യാപിറ്റൽ, നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ, ദെൻ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതായത് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓർ നമ്മൾ പറഞ്ഞു ഇപ്പം ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഇവിടെ ഫിക്സഡ് അസറ്റും ഉണ്ടാവും, അസറ്റ് സൈഡ്, ലാബിലിറ്റി സൈഡ്, കറണ്ട് അസറ്റ്സും ഉണ്ടാവും അല്ലേ? ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാവും, ലോങ് ടേം ലാബിലിറ്റീസ്, കറണ്ട് ലാബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ മൊത്തം നമുക്ക് എന്ത് പറയാം? ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയാം നമ്മളുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിനെ. അത് നമ്മുടെ ലോങ് ടേമും ഷോർട്ട് ടേം ഫണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ടോട്ടൽ അസറ്റിൽ. അങ്ങനെയാണെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ആഡ് ചെയ്ത് എന്ത് മൈനസ് ചെയ്യണം? ലാബിലിറ്റി, കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും തന്നിട്ടില്ല എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് തന്നത് ഷെയർ ക്യാപിറ്റലും റിസർവ്സും ഡിബെഞ്ചേഴ്സും ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ നെറ്റ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഈ കറണ്ട് ലാബിലിറ്റി കഴിച്ചാൽ ബാക്കി വരുന്ന ഈ പോർഷൻ എന്തായിരിക്കും? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിരിക്കില്ലേ? എപ്പോഴും ലാബിലിറ്റി അസറ്റിന് തുല്യമായിരിക്കും. അപ്പം ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ആഡ് ചെയ്ത് കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബിലിറ്റി സൈഡിലെ ഷെയർ ക്യാപിറ്റലും റിസർവ്സും ഡിബെഞ്ചറും ലോങ് ടേം ലോൺസും ഒക്കെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കില്ലേ? അപ്പോൾ അതിന് എന്താണ്? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ഓർ capital plus retained earnings plus long term loans, that is share capital plus reserves plus debentures plus long term loans. പിന്നെ ഒരു കാര്യം പറയാം, നമുക്ക് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് ലോസസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ദെൻ നമ്മൾ PBIT പറഞ്ഞു. നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് എത്രയാണ്? 15% ആണ് കേട്ടോ. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ 15% റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ഐഡിയൽ റിട്ടേൺ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഡസൻ ഷോ ദ പ്രോഫിറ്റബിലിറ്റി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റബിലിറ്റിയെ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നമ്മളുടെ ഒരു പ്രോഫിറ്റബിലിറ്റി കൃത്യമായിട്ടുള്ള മെഷർമെൻ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഇത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഗ്രോത്ത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പാൻഷൻ്റെ ഡിസിഷൻസൊക്കെ എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് എന്ത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരു ബ്രാഞ്ച് തുടങ്ങിയേ, അപ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ശരിക്കും നമ്മൾ വേറൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഉള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ബിസിനസ്സിൽ മേക്ക് ചെയ്യുക. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അസറ്റ് സൈഡിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, നമ്മളുടെ ക്യാപിറ്റൽ എടുത്ത് നമ്മളുടെ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റേ നമ്മുടെ അസറ്റ് സൈഡിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ബിസിനസ്സിൽ ഷെയറായിട്ടോ ഡിബഞ്ചറൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ക്യാപിറ്റൽ നമ്മളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഹയർ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേറ്റർ ഇസ് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ നമുക്ക് ഹയർ റേഷ്യോ ആണ് 15 എബോവ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ 15% ആണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിലും കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ഗ്രേറ്റർ പ്രോഫിറ്റബിലിറ്റി ആണ്. നമുക്കെന്താ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് നമ്മളുടെ ക്യാപിറ്റൽ നമ്മൾ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്തത് കൊണ്ടാണ്
നമ്മൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് 15% വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യുന്നത്. Then they have some uses or advantages of return on investment. They are, first one is it measures overall profitability. It measures success of business. Then it helps to compare the performance of different divisions of a firm. ഒരു ഫേമിൽ നമ്മൾ ഡിഫറെൻറ്റ് ഡിവിഷൻസിൽ തന്നെ കമ്പാരിസൺ മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ ഡിവിഷൻസിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ഓരോ പാർട്ടിനും നമുക്ക് അതിൻ്റേതായ കണക്കുകളുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ഡിവിഷൻസിലും എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ച് നമുക്ക് റിട്ടേൺ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. Then it is useful for planning and capital structure. Then it can be used for determining the price of a product. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും തീരുമാനിക്കണം. കാരണം നമ്മളിപ്പോൾ കുറേ നമ്മളുടെ കയ്യിലുള്ള ക്യാഷൊക്കെ ഉപയോഗിച്ച് നമ്മൾ വലിയ ബിൽഡിങ്ങൊക്കെ കെട്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരുപാട് പ്രൈസൊന്നും, അതായത് ജനങ്ങൾക്ക് ഒരു സേവനം ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ട് സർവീസ് തന്നെയാണ്. എന്നിരുന്നാൽ കൂടെ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് സെർവ്സ് ആസ് ഫൗണ്ടേഷൻ ഫോർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ അസറ്റ്സ് ഓഫ് എ ഫേം. ഇതെന്താണ്, ഈ ഒരു റേഷ്യോ നമ്മളെ എന്താ സെർവ് ചെയ്യുന്നത്, നമ്മുടെ ഫേമിൻ്റെ അസറ്റ്സ് യൂട്ടിലൈസേഷൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അസറ്റ്സിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് സെർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.